ഹേ ഗൈസ്, ദുബായിൽ വന്നിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കണില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ പുറത്തു വന്ന് വിചാരിച്ചു. ഇതാണ് ബഷീർച്ച, ഇത് പ്രണവ്, ഇവർ രണ്ടാളും കാസർകോട്ടേരാ. പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി പുറത്ത് വന്നിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ തെരഞ്ഞുകൊണ്ട് പോവാം. നമുക്ക് പോകാനുള്ള വണ്ടി എത്തിക്കുന്നു തന്നെ ഞാൻ ചാടി മുന്നിലാണ് കയറിയത്. വേറെ ഒന്നും ഉണ്ടല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി കയറി വെക്കുമ്പോഴാണെങ്കിലോ ഈ ചാടിച്ചും കൊണ്ട് വണ്ടി ഓട്ടുന്ന ആളാണെങ്കിൽ നമ്മളെ കാസർകോട്ടേരാ, അല്ലെങ്കിൽ മലയാളീസ് ഇല്ലാത്തൊരു നാടും. പിന്നെ നമ്മളൊന്നും നോക്കാന്നില്ല, നേരെ നമ്മൾ അജ്മാനിലെ ചൈന മാളിലേക്ക് പോകും. ഒരു നൈക്ക് ഈ സൈഡിലെ സംഭവം എന്താണെന്ന് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ മനസ്സിലായത് ഒട്ടകങ്ങൾ ഓട്ട മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന്. അങ്ങനെ നമ്മൾ ചൈന മാളിലെത്തി. വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കയറിയാണ് ചെന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഇത് കണ്ടപ്പോ നമുക്ക് മനസ്സാണ് നിറഞ്ഞു. ഞങ്ങൾ പിന്നെ കുടുംബത്തിൽ പിറന്നവരായോണ്ട് അങ്ങനത്തെ ഒന്നും നോക്കാൻ നിന്നില്ല. ഉള്ളിന്റെ ഒരു ചെങ്ങായിണ്ട്, ഓനെ തപ്പിയും കൊണ്ടാണ് ഈ നായി പൂരം കാണാൻ വന്നമാര് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ ഓനെ തെരഞ്ഞു കൊണ്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു അമ്മായി നമ്മളെ വിളിച്ചു വരുത്തി കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബിസിനസ് ട്രിക്ക്. നമ്മൾ പിന്നെ അതിൽ ഉഗ്ഗാത്തോണ്ട് പിന്നെ നമ്മൾ അതിന് നിന്നില്ല. നടന്ന് നടന്ന അവസാനം തലവരിച്ചത് അതിന് നമ്മൾ കണ്ടുപിടിച്ചു. അവനെ വേണ്ടിയിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി. പുറത്തിറങ്ങി ചാടിച്ചോണ്ടിരിക്കുമ്പോൾ നാട്ടിൽ കാക്കും. കുറെ കാലത്തിന് ശേഷം നാട്ടുകാരൊക്കെ ഇവിടെ വെച്ച് കാണുന്നത് പറഞ്ഞാൽ വേറെ ഫീലാ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓരോരുത്തർ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് ലുലു പോകും. ലുലു കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ ഇറങ്ങി കഴിഞ്ഞാൽ യൂസുഫ് അലിക്കാക്ക് ഇങ്ങനെ വിഷമമാവേണ്ട വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറി മിൽക്കിന്റെ പെട്ടിയാണ് എടുത്തു. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ പള്ളക്ക് നല്ല പൈപ്പ്. പിന്നെ നമ്മളെ ബഷീർച്ച് നമ്മളെ നേരെ ഒരു പീഡിയെ കൊണ്ടുപോയി പത്തിരിയും ചിക്കനും മട്ടനൊക്കെ വാങ്ങി തന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെ വേറെ ലെവലാ. തീറ്റയിന് ചെറിയ ബില്ലും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകും. അപ്പൊ നമ്മൾ എഴുതി നെസ്റ്റോയിൽ എന്തെങ്കിലും ഓഫർ എടുക്കണ്ടോന്ന് പോയോക്കാം. നാട്ടിലത്തെ പോലെ വണ്ടിയും കൈയും കാട്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഓടിക്കഴിഞ്ഞാൽ പെരേക്ക് ബില്ല് വരും. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് നേരെ നമ്മൾ നെസ്റ്റോ പോകും. ഈ വരുന്ന രണ്ടെണ്ണം പിന്നാലെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ ധൈര്യം. ഇതിന്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോഴാണല്ലോ പുടുത്ത മുട്ട ഓഫറാ. ചെറുക്കനൊരു ഷൂ ഓരോ ഗ്ലാസ് ഒക്കെ എടുത്തു. അവന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ബില്ലും കൊടുത്ത് നേരെ വണ്ടി വിളിച്ച് റൂമിൽ പോകും.